ഹലോ എവരിവൺ. ഇന്നലെ നമ്മൾ എങ്ങനെയാണ് ഒരു ഓഫർ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് പറഞ്ഞു. അതേപോലെ ആളുകൾ ചോദിച്ച ചോദ്യമാണ് എങ്ങനെയാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കുക എന്നുള്ളത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എങ്ങനെയാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആയിട്ടുള്ള 35,000 രൂപ അടച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഓഫർ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐസർ അഡ്മിഷൻ വെബ്സൈറ്റിലേക്ക് പോവുക. ഐസർ അഡ്മിഷൻ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അതിന്റെ ഇടതുഭാഗത്തായിട്ട് താഴെ നമുക്ക് സബ്മിറ്റ് യുവർ പ്രിഫറൻസസ് എന്ന് കാണാൻ പറ്റും അല്ലെ. ഇന്നലെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് സബ്മിറ്റ് യുവർ പ്രിഫറൻസസ് കാണാൻ പറ്റും. ആ സബ്മിറ്റ് യുവർ പ്രിഫറൻസസ് എടുക്കുക, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഈ സബ്മിറ്റ് യുവർ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അടുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് യുവർ ഡിസിഷൻ എന്നുള്ളത് കാണാൻ പറ്റും. ഇതുവരെ നമ്മൾ ഓഫർ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്ന അതേ പ്രൊസീജിയറിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് യുവർ ഡിസിഷൻ എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇനി ഏറ്റവും താഴെയായിട്ട് നോക്കി, ഇടത് ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഡിസിഷൻ മേക്കിംഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഡിസിഷൻ മേക്കിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ താഴെ ഭാഗത്തായിട്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ അലോട്ടഡ് സീറ്റ് എന്നുള്ളത് ഉണ്ടാവും. ആ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന വെനുവിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നത് എല്ലാം മാസ്ക്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ ഷോ ചെയ്യും. അതിന്റെ താഴെയായിട്ട് ജനറേറ്റ് OTP എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ജനറേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാണുന്ന ഈ ലെറ്റേഴ്സ് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് OTP റിസീവ് ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണിക്കും. അപ്പൊ ഇതിന്റെ അകത്തുള്ള ക്യാപ്ച നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെനു വന്നിട്ടുണ്ടാവും. അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു OTP റിസീവ് ചെയ്തിട്ടുണ്ടാവും. എവിടേക്കാ OTP വരിക എന്ന് ചോദിച്ചാൽ മൊബൈൽ നമ്പറിലേക്കും OTP വരും. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID-യിലേക്കും ഒരു OTP വന്നിട്ടുണ്ടാവും. അപ്പൊ ആ OTP നിങ്ങൾ അടുത്ത മെനുവിൽ എൻ്റർ ചെയ്യുക. അതായത് എൻ്റർ OTP എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലം കണ്ടല്ലോ, അവിടെ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നതോ അല്ലെങ്കിൽ ഇമെയിലിലേക്ക് വന്നതോ ആയിട്ടുള്ള OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാലിഡേറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. അങ്ങനെ വാലിഡേറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ അമർത്തുമ്പോൾ OTP ഹാസ് ബീൻ വാലിഡേറ്റഡ് എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വരും. അതിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫീ ഡീറ്റെയിൽസിന്റെ ഒക്കെ ഏറ്റവും താഴെയായിട്ട് I want to accept and freeze my admission, I want to accept and float my seat preference and reject, ഈ 3 ഓപ്ഷൻ ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ 3 ഓപ്ഷൻ എന്താ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്രീസ് ഓപ്ഷൻ, എന്താണ് ഫ്ലോട്ട് ഓപ്ഷൻ, എങ്ങനെയാണ് റിജക്ട് ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ ലിങ്കും ഞാൻ ഐകാർഡിൽ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അതും വാച്ച് ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങളുടെ പ്രിഫറൻസിലെ 3ാമത്തെ ഐസർ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ 1ാമത്തത് പൂനെ ആയിരുന്നു, 2ാമത്തത് കൊൽക്കത്ത ആയിരുന്നു, 3ാമത്തത് തിരുവനന്തപുരം ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ തിരുവനന്തപുരം കിട്ടി. ഈ തിരുവനന്തപുരം കിട്ടിയാൽ തിരുവനന്തപുരത്തെ സീറ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുള്ളൂ. അടുത്ത റൗണ്ട് ഓഫ് കൗൺസിലിംഗിൽ നിങ്ങളെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിരുവനന്തപുരം സെലക്ട് ചെയ്തുകൊണ്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് കൊടുക്കണം. ആൻഡ് നമ്മൾ ഫ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ എന്താ ഫ്ലോട്ട് എന്ന് പറഞ്ഞാല്? ഫ്ലോട്ട് എന്ന് പറഞ്ഞാല് ഇനി ഫർദർ റൗണ്ടിൽ നമ്മുടെ ഹയർ ഓപ്ഷൻസിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യുള്ളൂ. അല്ല, നിങ്ങളുടെ മൈൻഡ് എല്ലാം മാറി. അതായത് നിങ്ങൾ ആലോചിക്കുകയാണ് പൂനെയിലേക്കും കൊൽക്കത്തയ്ക്കും പോകണ്ട, എനിക്ക് കേരളത്തിൽ പഠിച്ചാൽ മതി. അപ്പൊ എനിക്ക് എന്റെ 3rd ഓപ്ഷൻ ആണ് എങ്കിലും എനിക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ കിട്ടി, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടി. ഇനി എന്നെ ഫർദർ റൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഫ്രീസ് മൈ അഡ്മിഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി 2ാമത്തെ റൗണ്ടിലേക്കോ 3ാമത്തെ റൗണ്ടിലേക്കോ കൺസിഡർ ചെയ്യില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത റൗണ്ടിൽ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? I want to accept and float my seat preference. ഇനി 2ാമത്തെ 3ാമത്തെ റൗണ്ടിൽ നിങ്ങളുടെ ഐസർ കൊൽക്കത്തയിലേക്കോ ഐസർ പൂനെയിലേക്കോ കൺസിഡർ ചെയ്യും. ഓക്കെ. ഇനി റിജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേണ്ട, ഐസറിലേക്ക് ചേരണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ബട്ടൺ ഞെക്കാം. റിജക്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് ഫൈനൽ ആണ്. അപ്പം വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം, റിജക്റ്റ് ചെയ്യാണോ എന്നുള്ളത് 100% ഉറപ്പിച്ചിട്ട് വേണം റിജക്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞെക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും മെജോറിറ്റി ആൾക്കാർക്ക് 1ാമത്തെ പ്രിഫറൻസ് ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഐ വാണ്ട് ടു അക്സെപ്റ്റ് ആൻഡ് ഫ്ലോട്ട് മൈ സീറ്റ് പ്രിഫറൻസ്. ആരാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐസർ കിട്ടിയിട്ടുണ്ട്, ആ സീറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഇനിയുള്ള ഫർദർ റൗണ്ട്സിലേക്ക് അടുത്ത നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡറിൽ മുകളിലുള്ള ഐസറിലേക്ക് നിങ്ങളെ ആ കൗൺസിലിംഗിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അടുത്ത വിൻഡോയില് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് വരും. അതിന്റെ അകത്ത് പറയുന്നുണ്ട് പ്ലീസ് വെരിഫൈ ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം. വൺസ് സബ്മിറ്റഡ് ദ ഡീറ്റെയിൽസ് കനോട്ട് ബി ചേഞ്ച്ഡ്. അപ്പം നമ്മളിപ്പം ഫ്രീസ് ആണോ ഫ്ലോട്ട് ആണോ റിജക്റ്റ് ആണോ എന്നുള്ളതൊക്കെ 100% ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യാന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം ഇനി നമുക്ക് ഇതിലൊരു തിരുത്തല് സാധ്യമല്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ 100% ഷുവർ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. അങ്ങനെ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഒരു വിൻഡോയിലേക്കാണ് എത്തുന്നത്. അവിടെ നിങ്ങളുടെ ഏത് മാർഗത്തിലൂടെയാണ് ഫീസ് അടയ്ക്കുന്നത്, അത് ക്രെഡിറ്റ് കാർഡ് ആവാം, ഡെബിറ്റ് കാർഡ് അലൗഡ് ആണ്, നെറ്റ് ബാങ്കിങ് അലൗഡ് ആണ്, അതുപോലെ UPI വാലറ്റുകൾ ഇതെല്ലാം അലൗഡ് ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, UPI ആണെന്നുണ്ടെങ്കിൽ UPIന്റെ ID കൊടുക്കുക, നിങ്ങൾക്ക് ഫോണിലൂടെ തന്നെ പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 35,000 രൂപയാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ വരിക. അല്ല നിങ്ങൾ SC/ST പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 17,500 രൂപയാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ വരിക. അപ്പൊ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി അതിനനുസരിച്ച് നിങ്ങളുടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക, പേയ്മെന്റ് നടത്തുക. ഇനി ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ട്രാൻസാക്ഷൻ നമ്പർ ഉണ്ടാവുമല്ലോ, ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അതൊരു ഭാഗത്ത് എഴുതി വെക്കുക. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ബാങ്കിങ് ഡീറ്റെയിൽസും ഒരു ഭാഗത്ത് എഴുതി വെക്കുക. എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അപ്പൊ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമായിരിക്കാം, ഈ 35,000 രൂപ നമ്മൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് കൊടുത്തു, അങ്ങനെ നമുക്കൊരു ഐസറിൽ ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യേണ്ടി വരുമല്ലോ, ഫിസിക്കലി നമ്മൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് ജോയിൻ ചെയ്യണം. ആ സമയത്ത് അതത് ഐസറുകളിൽ ഫീ ഉണ്ടാവും അല്ലെ. പല ഐസറിലും 62,000 മുതൽ 66,000 വരെ അങ്ങനെയൊക്കെയാണ് ഫീസ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ കോളേജിൽ കൊടുക്കേണ്ട കംപ്ലീറ്റ് ഫീ പിന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഈ നമ്മൾ കൊടുത്ത സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി റിമൈനിങ് പൈസ കൊടുത്താൽ മതിയായിരിക്കും. അപ്പം സീറ്റ് അക്സെപ്റ്റൻസ് ഫീ 35,000 രൂപ എന്ന് പറയുന്നത് എങ്ങോട്ടും പോകുന്നൊന്നുമില്ല. അഡ്മിഷന്റെ സമയത്ത് 35,000 കിഴിച്ച് ബാക്കി രൂപ കൊടുത്ത് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് റീഫണ്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോ ഇത് 100% റീഫണ്ടബിൾ ആണ്. നിങ്ങൾ ഫർദർ എപ്പോഴെങ്കിലും ഐസറിലേക്കുള്ള അഡ്മിഷൻ വേണ്ട എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% പൈസയും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിലൊരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. റൗണ്ട് വൈസ് വിഡ്രോവൽ ഡേറ്റും ഉണ്ട്, ഫൈനൽ വിഡ്രോവൽ ഡേറ്റും ഉണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് കാണുക. കൗൺസിലിംഗ് പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്നതിൽ കാര്യമില്ല. അതും കൂടെ നിങ്ങളൊന്ന് ക്ലിയർ ആക്കി വെക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.